നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കോഴിക്കോട്ടാണ്. ഷഹബാസ് വധക്കേസിലെ പ്രതികൾക്ക് +1 അഡ്മിഷൻ നൽകിയതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. MSF പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കോഴിക്കോട്ട് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ തത്സമയ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭിക്കും. ദൃശ്യങ്ങൾ കാണുന്നത് ഷഹബാസ് വധക്കേസിലെ പ്രതികൾക്ക് പഠിക്കാൻ അവസരം നൽകി അഡ്മിഷൻ നൽകിയതിനെതിരായിട്ടുള്ള MSFന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. മിഥില ബാലൻ അല്പസമയത്തിനകം നമ്മളോടൊപ്പം വിവരങ്ങളുമായി ഉണ്ടാകും. ഷഹബാസ് വധക്കേസിലെ പ്രതികൾക്ക് +1 അഡ്മിഷൻ നൽകിയതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭിക്കും. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ MSF പ്രവർത്തകരെ പോലീസ് പുറത്തേക്ക് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. അതിനുശേഷം അവർക്ക് പഠനത്തിനുള്ള അവസരം നിഷേധിക്കരുതെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ +1 അഡ്മിഷൻ നൽകിയ നടപടിയാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് കാരണം. മിഥില ബാലൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. മിഥില, ഈ ഷഹബാസ് വധക്കേസിലെ പ്രതികൾക്ക് കുറ്റാരോപിതർക്ക് പഠിക്കാൻ അവസരം നൽകിയതിന് അല്ലെങ്കിൽ +1 പ്രവേശനം നൽകിയതിലുള്ള പ്രതിഷേധമാണ്, MSF പ്രതിഷേധമാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. നേരത്തെ KSUവും യൂത്ത് കോൺഗ്രസിനും ഒക്കെ പ്രതിഷേധ രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +1 പ്രവേശനം നേടിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ വലിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? വലിയ പ്രതിഷേധമാണ്. ഇത് കോഴിക്കോട് ടൗണിലെ സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രിൻസിപ്പലിനെ ഉപരോധിച്ച MSF പ്രവർത്തകരെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നമുക്കറിയാം, ഷഹബാസ് കേസിൽ നേരത്തെ 3 കുട്ടികൾക്ക് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നും സമാനമായ രീതിയിലുള്ള വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇന്ന് അതിലുൾപ്പെട്ട ഒരു കുട്ടിക്ക് ഇന്ന് കോഴിക്കോട് ടൗണിൽ തന്നെയുള്ള സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനം നേടാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രവേശനം നൽകിയതിനെതിരെയുള്ള പ്രതിഷേധമാണ് MSFന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഒരു 15 മിനിറ്റ് നേരം പ്രിൻസിപ്പലിനെ ഇവർ ഉപരോധിച്ചതായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രവർത്തകരെ, MSFന്റെ പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്നും നീക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു തന്നെയാണ് ഇപ്പോൾ ഒരു തരത്തിൽ പോലും ഈ കുട്ടികളെ പഠിക്കാൻ അനുവദിക്കരുത്, അത് ശരിയല്ല എന്ന ഒരു നിലപാടാണ് MSF പ്രവർത്തകർ പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ രാവിലെ മുതൽ തന്നെ വലിയ പ്രതിഷേധം ഇവർ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അല്പസമയം മുമ്പ്, ഒരു 15 മിനിറ്റ് മുൻപാണ് പ്രിൻസിപ്പലിന്റെ റൂമിലെത്തി പ്രിൻസിപ്പലിനെ ഉപരോധിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ പോലീസ് എത്തി ഇവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഷഹബാസിന്റെ കൊലയാളികളെ ഒരു തരത്തിൽ പോലും പഠിക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ പോലീസ് ഇവരെ സംരക്ഷിക്കുന്നു എന്നാണ് ഇവരുടെ ഒരു മുദ്രാവാക്യം. ഒരു തരത്തിൽ പോലും ഈ കുട്ടികളെ പഠിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ MSFന്റെ പ്രതിഷേധം. നേരത്തെ നമ്മൾ കണ്ടതാണ്, +1 പ്രവേശനത്തിന്റെ ആദ്യഘട്ടത്തിൽ 3 കുട്ടികൾ താമരശ്ശേരി സ്കൂളിൽ പ്രവേശനം നേടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് KSUവിന്റെ ഭാഗത്തുണ്ടായ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. സമാനമായ ഒരു പ്രതിഷേധം തന്നെയാണ് മറ്റൊരു കുട്ടി ഇന്നിപ്പോൾ കോഴിക്കോട് ടൗണിലെ സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനം നേടാനെത്തിയപ്പോൾ MSFന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പല പ്രയോഗത്തിലൂടെ തന്നെയാണ് പോലീസ് ഇവരെ പോലീസ് ജീപ്പിൽ കയറ്റിയിട്ടുണ്ട്. മുദ്രാവാക്യം വിളിക്കുകയാണ്. ജീപ്പിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഗോപി, ശരി, ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ MSF പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. ഇവിടെ +1 പ്രവേശനത്തിന് വേണ്ടി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരെ കൊണ്ടുവന്നതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു